ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ദഹനവും അതേപോലെ ദഹന വ്യവസ്ഥയെയും കുറിച്ചാണ്. അപ്പോൾ ബയോളജിയിൽ ഈ ടോപ്പിക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എന്താണ് ദഹനം? ദഹനം എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ പാകമാകുന്ന വിധത്തിൽ അവയെ ചെറു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ ദഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ പാകമാകുന്ന വിധത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ ചെറു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ദഹനം എന്ന് പറയുന്നത്. ഇനി അതിലൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സമീകൃത ആഹാരം. അപ്പോൾ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവൽ പ്രവർത്തനത്തിന് പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, കാർബോഹൈഡ്രേറ്റ് എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇവയെല്ലാം ഒരു ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തെ പറയുന്ന പേരാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. ഇനി പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ. ഈ പോഷണം നമ്മുടെ ശരീരത്തിലേക്ക് പോഷണം ലഭിക്കുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. ഒന്ന് ആഹാര സ്വീകരണം, അതായത് നമ്മൾ ഭക്ഷണം വായിലേക്ക് ഇട്ടിട്ട് സ്വീകരിക്കുന്നതാണ് ആഹാര സ്വീകരണം. പിന്നെ ദഹനം, പിന്നെ സ്വാംശീകരണം, പിന്നെ ആഗിരണം, അഞ്ചാമത്തത് വിസർജനം. ഇങ്ങനെ 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് പോഷണ പ്രക്രിയയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പോഷണ പ്രക്രിയയിൽ 5 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ആഹാര സ്വീകരണം, രണ്ടാമത്തത് ദഹനം. ദഹനം എന്ന് പറഞ്ഞാൽ ലളിത ഘടകങ്ങളാക്കുന്ന ചെറിയ ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അടുത്തത് ആഗിരണമാണ്. ആഗിരണം പറഞ്ഞാൽ ആഹാരത്തെ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം എന്ന് പറയുന്നത്. സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സ്വീകരിക്കപ്പെട്ട ഈ ആഹാരം അത് ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. വിസർജനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശരീരാവശിഷ്ടങ്ങളെ ഭക്ഷണ അവശിഷ്ടങ്ങളെ പുറന്തള്ളുന്ന ഭാഗമാണ് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചെറിയ ജീവികളിൽ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ചെറിയ ജീവികളിൽ ഇപ്പോൾ അമീബയാണ് എടുക്കുന്നത്. അമീബയിൽ എങ്ങനെയാണ് ദഹനം നടക്കുന്നത് വെച്ചാൽ അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണത്തെ കോശത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. കോശത്തിനുള്ളിൽ തന്നെ എല്ലാം സംഭവിക്കുന്നു. ദെൻ വേണ്ടാത്ത ആവശ്യമില്ലാത്ത വസ്തുക്കളെ കോശത്തിൽ നിന്ന് വെളിയിലേക്ക് തള്ളുന്നു. ഇങ്ങനെയാണ് ഏകകോശ ജീവികളിലെല്ലാം നടക്കുന്നത്. അവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്ഷണ ദഹന പ്രക്രിയയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അവയവമോ അല്ലെങ്കിൽ അറിയോ ഇല്ല. അതേസമയം വലിയ ജീവികളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കോശ ബാഹ്യ ദഹനം, അതായത് കോശത്തിനുള്ളിലല്ലാതെ അതിന് ഭക്ഷണം ദഹിപ്പിക്കാൻ ഒരു പ്രത്യേക അറകളും പ്രത്യേക സംവിധാനവും ഉണ്ടാകും. ഈ ഒരു സംവിധാനത്തെയാണ് കോശ ബാഹ്യ ദഹനം എന്ന് പറയുന്നത്. അതേസമയം കോശത്തിനുള്ളിൽ നടത്തുന്ന ദഹനത്തിന് എന്ത് പറയാം? കോശാന്തരിക ദഹനം. അമീബയിലുള്ളത് എന്താണ്? കോശാന്തരിക ദഹനം. ദഹനത്തിന് പ്രത്യേക അറയും പ്രത്യേക സംവിധാനവും ഉള്ളതാണ് കോശ ബാഹ്യ ദഹനം. ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന ഭാഗങ്ങൾ: ഒന്ന് വായിൽ നമ്മൾ ഭക്ഷണം സ്വീകരിക്കുന്നു. ദെൻ അത് അന്നനാളത്തിൽ പോകുന്നു. അന്നനാളം അതിനെ നേരെ ആമാശയത്തിലെത്തിക്കുന്നു. ആമാശയത്തിലെത്തുന്ന ഭക്ഷണം പിന്നെ ചെറുകുടലിലൂടെയും വൻകുടലിലൂടെയും സഞ്ചരിക്കുന്നു. അപ്പോൾ ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് 5 അവ ഏതൊക്കെയാണ്? വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഈ ഓർഡറിൽ തന്നെയായിരിക്കും പഠിക്കേണ്ടത്. ഇനി ദഹനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 2 വിധത്തിൽ തിരിക്കാം: യാന്ത്രിക ദഹനവും രാസിക ദഹനവും. യാന്ത്രിക ദഹനം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല്ലുകൊണ്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊണ്ടൊക്കെ, അതുപോലെ പേശികളുടെ ചലനം, ഇവ കൊണ്ടെല്ലാം ഭക്ഷണത്തെ ചെറിയ ഘടകങ്ങളാക്കുന്നുണ്ട്. ഇങ്ങനെ യാന്ത്രികമായി ചെയ്യുന്ന ദഹനങ്ങളാണ് യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. അതേസമയം രാസിക ദഹനം എന്ന് പറഞ്ഞാൽ വിവിധ എൻസൈമുകൾ, അതുപോലെ ദഹനരസങ്ങൾ, ഇവയെല്ലാം കൂടിയിട്ട് ഭക്ഷണ ഘടകങ്ങളെ ചെറു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് രാസിക ദഹനം എന്ന് പറയുന്നത്. രാസിക ദഹനം പറഞ്ഞാൽ കെമിക്കൽ ഡൈജഷൻ, യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഡൈജഷൻ. ഇനി നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. വായ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം എങ്ങനെ എത്തുന്നു? വായിൽ നമുക്കറിയാം, വായിൽ നമുക്ക് ഉമിനീരുണ്ടാകുന്നു. ഈ ഉമിനീരിൽ ഒരുപാട്
രാസാഗ്നികളുണ്ട്. ഉമിനീരിലുള്ള രാസാഗ്നികളാണ് സലൈവറി അമിലേസ്, അതേപോലെ ലൈസോസൈം. 3 ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്. ഒന്ന് പരോറ്റിഡ്സ്, രണ്ടാമത്തത് സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലർ, മൂന്നാമത്തെ ഗ്രന്ഥികളാണ് സബ്ലിംഗ്വൽ ഗ്ലാൻസ്. ഉമിനീരിന് 3 ജോഡി ഗ്രന്ഥികളുണ്ട്. അവയുടെ പേര് പറയുന്നതാണ് പരോറ്റിഡ്സ്. പരോറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ അവ കവിൾ ഭാഗത്ത് കാണപ്പെടുന്നു. അവയെ അല്ലെങ്കിൽ പാർശ്വഗ്രന്ഥികൾ എന്ന് പറയുന്നു. അപ്പോൾ കവിൾ ഭാഗത്ത് കാണപ്പെടുന്ന ഉമിനീരിൻ്റെ ഗ്രന്ഥിനെ പറയുന്ന പേരാണ് പരോറ്റിഡ്സ് അല്ലെങ്കിൽ പാർശ്വഗ്രന്ഥികൾ. അവ കവിൾ ഭാഗത്താണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ ഉമിനീർ ഗ്രന്ഥിയാണ് ഉപഹന്വാസഗ്രന്ഥികൾ, ഉപഹനാസ്തി അല്ലെങ്കിൽ സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലർ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അവ കീഴ്ത്താടിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ അടുത്തതാണ് ഉപജിഹ ഗ്രന്ഥികൾ അല്ലെങ്കിൽ മൂന്നാമത്തെ ഗ്രന്ഥിയാണ് ഉപജിഹ ഗ്രന്ഥികൾ. അവ നാവിൻ്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത്. പിന്നെ വായുടെ മുകൾ തട്ടിന് പറയുന്ന പേരാണ് പാലറ്റ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഓർത്ത് വയ്ക്കേണ്ടത്? വായുടെ മുകൾ ഭാഗത്തിന് പാലറ്റ് എന്ന് പറയുന്നു. വായിൽ 3 തരം ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഒന്ന് പരോറ്റിഡ്സ്, അവ കവിൾ ഭാഗത്ത് കാണപ്പെടുന്നതാണ്. രണ്ടാമത്തെ ഉപഹനാസ്തി ഗ്രന്ഥികൾ അല്ലെങ്കിൽ സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലർ ഗ്ലാൻസ്, അവ കീഴ്ത്താടിയിൽ കാണപ്പെടുന്നു. മൂന്നാമത്തേതാണ് നാവിൻ്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന ഉപജിഹ ഗ്രന്ഥികൾ. ഈ 3 ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസാഗ്നികളാണ് സലൈവറി അമിലേസ്, ലൈസോസൈം എന്നിവ. ഈ സലൈവറി അമിലേസ് എന്തിനാ സഹായിക്കുന്നത്? അവ അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഓർത്തു വയ്ക്കുക, സലൈവറി അമിലേസ് എന്തിനു സഹായിക്കുന്നു? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റാൻ സഹായിക്കുന്നു. പിന്നെ ലൈസോസൈം എല്ലാവർക്കും അറിയാം. ആ എൻസൈം ഭക്ഷണത്തിലൂടെ വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ലൈസോസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഭക്ഷണത്തിലൂടെ വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ്. നമ്മളിതുപോലെ ലൈസോസൈം അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ലൈസോസോം കോശത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. കണ്ണുനീരിൽ ലൈസോസൈം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? ലൈസോസൈം എവിടെ കണ്ടാലും അതെല്ലാം രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ സലൈവറി അമിലേസിന് വേറൊരു പേരുണ്ട്, ടയാലിൻ. എന്താണ്? ടയാലിൻ. ഈ സലൈവറി അമിലേസ് എന്താ ചെയ്യുക? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റിവെക്കുന്നു. ഇനി നമ്മൾ പല്ലുകൊണ്ട് എന്താ ചെയ്യുക? പല്ലുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ചവച്ചരക്കി കഴിക്കുന്നു. അപ്പോൾ പല്ലിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് നോക്കാം. പല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓഡന്റോളജി. നമ്മുടെ ചെറുപ്പത്തിൽ പാൽപ്പല്ലുകൾ മുളയ്ക്കുന്നുണ്ട്. അത് 20 എണ്ണമാണ് ഉള്ളത്. പിന്നെ വലുതാകുമ്പോൾ നമുക്ക് ഉളിപ്പല്ല്, കൊമ്പല്ല്, അഗ്രചവർണകം, അതുപോലെ ചവർണകം, ഇങ്ങനെ 4 തരം പല്ലുകളാണ് ഉള്ളത്. മൊത്തം 32 പ്രായപൂർത്തിയായ വ്യക്തിക്ക് 32 പല്ലുകളുണ്ടാകും. ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസർ എന്ന് പറയുന്നത് 8 പല്ലുകളാണ്. മുൻഭാഗത്ത് കാണപ്പെടുന്ന മുകളിലും താഴെയുമായിട്ട് കാണുന്ന 8 പല്ലുകളാണ് ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഇവ ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അതുപോലെ കൊമ്പല്ല് പറയുന്നത് കാനൈൻ കൂർത്തിട്ടുള്ള അറ്റത്ത് കാണുന്നതാണ് കൊമ്പല്ലുകൾ. ഉളിപ്പല്ലിന് തൊട്ടടുത്ത് കാണപ്പെടുന്ന പല്ലുകളാണ് കൊമ്പല്ലുകൾ. അവ 4 എണ്ണമാണ്. അവ എന്തിനാണ്? ഈ കൊമ്പല്ലുകളാണ് സാധാരണ മൃഗഭോജികളാണ് കാണപ്പെടുന്നത്. ഈ പല്ലുകൾ ഈ മാംസത്തെ കടിച്ചു മുറിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കൂർത്ത കാനൈൻ പല്ലുകൾ. പിന്നെ കാണുന്നതാണ് അഗ്രചവർണകം, പ്രീമോളാർ. അത് 8 നമ്പറാണ്. പിന്നെ ചവർണകം 12 നമ്പറാണ്. പ്രായപൂർത്തിയാകുമ്പോഴാണ് ലാസ്റ്റ് 4 ചവർണകങ്ങൾ മുളച്ചു വരിക. ഓരോരോ സൈഡിലും മോൾ ഭാഗത്ത് 2, താഴ്ഭാഗത്ത് 2, അറ്റത്തായിട്ട് ഓരോരോന്നായിട്ട് വരുന്നത്. അതാണ് ചവർണകം, മോളാർ. അപ്പോൾ ഇങ്ങനൊരു പല്ലിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ വായിലുണ്ടാവുക. ഇതിനൊരു ദന്തസൂത്രം പറഞ്ഞൊരു ഫോർമുലയുണ്ട്, 2 1 2 3. അതായത് നമ്മുടെ പല്ലിനെ മൊത്തം 4 പാർട്ടായിട്ട് വിഭജിച്ചാൽ ഒരു പാർട്ടിൽ 2 ഉളിപ്പല്ല്, 1 കൊമ്പല്ല്, 2 അഗ്ര ചവർണകം, അതുപോലെ 3 ചവർണകം. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഉള്ള പല്ലിനെയാണ് നമ്മൾ എന്താ പറയുക? ദന്തസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പല്ല് ഇതുവരെ പഠിച്ചത്? 4 തരം പല്ലുണ്ട്. പല്ലിനെ കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓഡന്റോളജി പറഞ്ഞു. പല്ല് 4 തരത്തിലുണ്ട് പറഞ്ഞു. ഇൻസിസർ, കാനൈന്, പ്രീമോളാർ, മോളാർ. അതിൻ്റെ അതൊക്കെയാണ് 8 എണ്ണം. 4, 8, 12. പാൽപ്പല്ലുകൾ അതാണ് ചെറുപ്പത്തിലുണ്ടാകുന്നതാണ്. അത് 20 നമ്പറാണ് ഉണ്ടാവുക. പല്ലിൻ്റെ ഘടനയും കൂടി പറയാം. പല്ലിന് മൊത്തം 3 പാർട്ടായിട്ട് വിഭജിക്കാം. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. ഞാൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. ദന്തമൂലം പറഞ്ഞാൽ പല്ല് ഫിക്സ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ്, നമ്മുടെ മോണയിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന പാർട്ടിനെയാണ് ദന്തമൂലം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്? സിമെൻറ്റും വെച്ചിട്ടാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ
സിമെന്റം. ഈ സിമെന്റം പറയുന്നത് എന്താണ്? യോജക കലയാണ്. പിന്നെ ദന്തകളം. ദന്തകളം എന്ന് പറയുന്നത് ദന്തകുളത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള പാർട്ടിനെയാണ് ദന്തകളം എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നതാണ് പൾപ്പ്. അവിടെയാണ് ഒരുപാട് രക്തക്കൊള്ളുകൾ, ഡെൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ, നാഡികൾ എന്നിവ കാണപ്പെടുന്ന മൃദുവായ യോജക കലകളുള്ള ക്യാവിറ്റിയാണ് പൾപ്പ് ക്യാവിറ്റി. ഇനി ദന്തമകുടം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള പാളിയാണ്. അവിടെ എന്താ കാണുന്നത്? ഇനാമലും അതുപോലെ ഡെന്റലും. ഇനാമൽ എന്ന് പറഞ്ഞാൽ നിർജീവമായ മനുഷ്യന്റെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം കടിച്ചു മുറിച്ച് പൊട്ടിക്കാൻ പറ്റുന്നത്. ആ ഇനാമലിന്റെ തൊട്ടു താഴെയുള്ള ജീവനുള്ള കോശങ്ങളാണ് ഡെന്റൽ എന്ന് പറയുന്നത്. അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇനാമല്, അതിൻ്റെ താഴെയുള്ള ഇതാണ് ഡെന്റൽ എന്ന് പറയുന്നത്. രക്തകലകളും അതുപോലെ നാഡീകലകളും എല്ലാം ഉള്ള ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പിന്നെ ദന്തമൂലം എന്ന് പറയുന്നത് സിമെന്റം വെച്ച് പല്ല് മോണയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് ദന്തമൂലം എന്ന് പറയുന്നത്. ഈ പല്ലിലപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം. ഈ പല്ലില് ആവശ്യമുള്ള വൈറ്റമിനാണ് വിറ്റാമിൻ ഡി. പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. പിന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് കാൽസ്യം ഫ്ലൂറൈഡ് ആണ്. എന്താണ്? കാൽസ്യം ഫ്ലൂറൈഡ്. അതുപോലെ ഡെന്റൽ അമാൽഗം എല്ലാവർക്കും അറിയാം. പല്ലിൻ്റെ കേടുപാടോ അല്ലെങ്കിൽ വല്ലതും വന്നാൽ അത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണ് ഡെന്റൽ അമാൽഗം. പിന്നെ കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഇതാക്കുന്നു, ഭക്ഷണത്തെ നമ്മൾ പല്ലുകൊണ്ട് ചവച്ചരയ്ക്കുന്നു. ഇപ്പോൾ ഭക്ഷണം വായനകത്താണ്. അവിടെ നാക്കിൽ എന്തുണ്ട്? പാപ്പിലകളുണ്ട്. പാപ്പിലകൾ എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ ചെറിയ ചെറിയ ഉയർന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ എന്ന് പറയുന്നത്. ആ അവിടെ എന്തുണ്ടാവും? ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഈ ടേസ്റ്റ് ബഡ്സിന് എന്താ പറയുക? സ്വാദുമുകുളങ്ങൾ. ഈ സ്വാദുമുകുളങ്ങളിൽ എന്തുണ്ട്? രാസഗ്രാഹികളുണ്ട്. അപ്പോൾ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം എന്ത് സംഭവിക്കും? ഈ സ്വാദുമുകുളങ്ങളിലെ രാസഗ്രാഹികൾ വഴി തലച്ചോറിലെത്തിയിട്ട് നമുക്ക് സ്വാദ് അനുഭവപ്പെടും. ഈ സ്വാദ് ഏതൊക്കെ തരത്തിലുണ്ട്? സ്വാദ് പ്രധാനമായും 5 തരത്തിലുള്ള സ്വാദാണ് ഉള്ളത്. ഒന്ന് മധുരം. മധുരത്തെ തിരിച്ചറിയുന്നത് നാവിൻ്റെ മുൻഭാഗത്തുള്ള ടേസ്റ്റ് ബഡ്സ് ആണ്. അതുപോലെ കയ്പ്പ് വന്നിട്ട് നാവിൻ്റെ പിൻഭാഗത്താണ് കൂടുതൽ മുകുളങ്ങളുള്ളത്. അവയാണ് കയ്പ്പിനെ തിരിച്ചറിയുന്നത്. ഇനി നമ്മുടെ 2 സൈഡിലുമായിട്ടാണ് പുളിപ്പിൻ്റെയും ഉപ്പിൻ്റെയും സ്വാദുമുകുളങ്ങളുള്ളത്. പിന്നെ ഉമാമി വന്നിട്ട് നാവിൻ്റെ സെൻറ്ററിലാണ്. ഇങ്ങനെ 5 ടേസ്റ്റുകളാണുള്ളത്. ഇതില്ലാതെ ഇപ്പോൾ പുതിയതായിട്ട് ഒന്നും കൂടിയിട്ട് ഒലിയോഗസ്റ്റസ്. ഇത് നമ്മുടെ കൊഴുപ്പിൻ്റെ രുചി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും രുചികൾ നമ്മുടെ നാക്ക് തിരിച്ചറിയും. പിന്നെ ഈ ഭക്ഷണം ഇപ്പോൾ നമ്മൾ പല്ലുകൊണ്ട് ചവച്ചരച്ചു, നമ്മുടെ നാക്ക് ഈ രുചിനെയെല്ലാം തിരിച്ചറിഞ്ഞു. ഇനി ഈ ഭക്ഷണം എന്ത് സംഭവിക്കും? നമ്മുടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തും. ഈ അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിലാണ്. ഈ ഗ്രസനിയിൽ നമ്മുടെ ഓൾറെഡി ശ്വാസകോശത്തിലേക്കുള്ള വായുവും വരുന്നുണ്ടാവും. അതുപോലെ ഭക്ഷണം പോകുന്ന ഭാഗം, ഇത് രണ്ടും കൂടിച്ചേരുന്ന ഭാഗമാണ് ഗ്രസനി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണം നേരെ ആമാശയത്തിലോട്ടും അതുപോലെ ശ്വാസം വന്നിട്ട് നേരെ ശ്വാസകോശത്തിലേക്കും കറക്റ്റായി പോകാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റാണ് ചെറുനാക്ക്, ഗ്ലോട്ടിസ്, എപ്പിഗ്ലോട്ടിസ് എന്നിവ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് സംഭവിക്കുക? ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ചെറുനാക്ക് എന്ത് ചെയ്യും? ഈ നാസാഗഹ്വരത്തെ അടയ്ക്കും. നാസാഗഹ്വരത്തെ അടയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു ഗ്രസനിയിലോട്ട് വരികയില്ല. ഇതേസമയം തന്നെ നമ്മൾ ഭക്ഷണത്തിന് ഉള്ളിലേക്ക് അതായത് അന്നനാളത്തിലേക്ക് അയക്കുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് വന്നിട്ട് ശ്വാസനാളത്തെ അടച്ചു വയ്ക്കും. അപ്പോൾ ഈ ശ്വാസനാളത്തെ അടച്ചു വെച്ചിട്ട് ഈ ഭക്ഷണം എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലൂടെ അന്നനാളത്തിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശ്വസിക്കാനും കഴിയില്ല. ശ്വാസവും ഭക്ഷണവും ഗ്രസനി വെച്ച് ഒരേ ഭാഗത്ത് മിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഒരിക്കലും ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോകാത്തതും അതുപോലെ നമ്മളെടുക്കുന്ന ശ്വാസം അന്നനാളത്തിലൂടെയും പോകാത്തത് അതുകൊണ്ടാണ്. ഈ ചെറുനാക്കും അതുപോലെ എപ്പിഗ്ലോട്ടിസും കറക്റ്റായി ഫങ്ഷൻ ചെയ്താണ് ഇതിന് നമ്മളെ പര്യാപ്തമാക്കുന്നത്. അപ്പോൾ അന്നനാളത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. ഈ ഗ്രസനിയിൽ വെച്ചാണ് നമ്മുടെ അന്നനാളം വഴി ആഹാരം ആമാശയത്തിലെത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം ട്രാക്കിയ വഴി ശ്വാസകോശത്തിലെത്തുന്നതും
ഗ്രസനി വഴിയാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടിച്ചേരുന്ന ഒരു ജംഗ്ഷനാണ് ഗ്രസനി എന്ന് പറയാം. പക്ഷേ ഇവ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരാതെ കറക്റ്റായിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് ട്രാക്കിലൂടെ ശ്വാസകോശത്തിലേക്ക് പോകാനും അതുപോലെ തന്നെ ഭക്ഷണം എടുക്കുന്ന സമയത്ത് അന്നനാളത്തിൽ കൂടെ പോകാനും മാത്രം ഒരു ഫങ്ഷൻ ഉണ്ട്. അതെങ്ങനെ നടക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുനാക്കുണ്ട്, അതുപോലെ ഗ്ലോട്ടിസ് ഉണ്ട്, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ശ്വാസനാളത്തിലൂടെയുള്ള വിടവിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അവിടെ ഒരു എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. ഗ്ലോട്ടിസിൻ്റെ മേലെയുള്ള ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. ആ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ശ്വാസനാളം ഉയർന്നു വന്ന് ഈ എപ്പിഗ്ലോട്ടിസ് കൊണ്ട് ഈ ഗ്ലോട്ടിസിനെ അടച്ചു വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് പോവുക. ഒരിക്കലും ഭക്ഷണം എന്താ ചെയ്യുക? നമ്മുടെ ഗ്ലോട്ടിസിനെ അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലൂടെ ഭക്ഷണം അന്നനാളത്തിലേക്ക് പോകും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെറുനാക്ക് വന്നിട്ട് ഈ നാസാഗഹ്വരത്തെ അടച്ചു വയ്ക്കും. ആ നാസാഗഹ്വരത്തെ അടച്ചു വയ്ക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ശ്വാസം ഒരിക്കലും ഗ്രസനിയിലോട്ട് വരികയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ഭക്ഷണം വന്നിട്ട് ട്രാക്കിയയിലൂടെ പോയിട്ട് ശ്വാസകോശത്തിൽ എത്താത്തത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ചെറുനാക്കും എപ്പിഗ്ലോട്ടിസും. ഇനി നമ്മളിങ്ങനെ ഭക്ഷണം പല്ല് വെച്ച് ചവച്ചരച്ചു, ആ ഭക്ഷണം ഉമിനീരുമായി കുഴമ്പ് രൂപത്തിലെത്തി അത് ഗ്രസനി വഴി അന്നനാളത്തിൽ എത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് വിഴുങ്ങൽ, ഡെഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ് വിഴുങ്ങൽ എന്ന പ്രക്രിയ? നമ്മൾ വായിൽ വെച്ച് ആഹാരം ഉമിനീരുമായി കൂടിക്കലർന്ന് കുഴമ്പ് രൂപത്തിലാകുന്ന ആ ഒരു ഭക്ഷണത്തെ നമ്മൾ അന്നനാളത്തിൽ എത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് വിഴുങ്ങൽ അല്ലെങ്കിൽ ഡെഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത്. ഈ അന്നനാളത്തിലൂടെ ഭക്ഷണം സഞ്ചരിക്കുന്നത് ഒരു തരംഗരൂപത്തിലാണ്. അതായത് സങ്കോചിച്ച് വികസിച്ച് അങ്ങനെ പോകുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് വീഴുന്ന പോലെ വീഴുകയില്ല ഭക്ഷണം ചെയ്യുക. അതൊരു കോൺട്രാസ്റ്റ് ചെയ്ത് പിന്നെ വികസിച്ച് അങ്ങനെ ഒരു തരംഗരൂപത്തിലാണ് ഭക്ഷണം മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് കടന്നിട്ടുള്ള രോഗികൾക്കും ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ ഒരു മൂവ്മെന്റിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. എന്താ? പെരിസ്റ്റാൾസിസ്. അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്താണ്? അന്നനാളത്തിന്റെ തരംഗരൂപത്തിലുള്ള ചലനത്തിന്റെ പേര് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് മുഖാന്തരമാണ് ഭക്ഷണം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ആമാശയത്തിലേക്ക് നമ്മുടെ ഭക്ഷണം എത്തിച്ചേർന്നു. ഈ ആമാശയം പറയുന്നത് എവിടെയാണ്? ഉദരാശയത്തിന് ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആമാശയം എന്ന് പറയുന്നത്. ആമാശയത്തിന് 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഹൃദ്രോഗി വിഭാഗം, കാർഡിയക്, മുൻ അഗ്രഭാഗം, ഗാത്രഭാഗം, പിൻ അഗ്രഭാഗം. ഇനി ആമാശയ ഗ്രന്ഥിയിൽ 3 തരം കോശങ്ങളുണ്ട്. അതൊക്കെയാണ്. ഒന്ന് ശ്ലേഷ്മ കോശങ്ങൾ. അപ്പോൾ ശ്ലേഷ്മ കോശങ്ങളുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? അവ ശ്ലേഷ്മ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ശ്ലേഷ്മ കോശങ്ങൾ. രണ്ടാമത്തെ കോശങ്ങളാണ് പെപ്റ്റിക് കോശങ്ങൾ. അവ എന്താണ്ടാക്കുക? പെപ്സിനോജൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. പെപ്സിനോജൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നതാണ് പെപ്റ്റിക് കോശങ്ങൾ. മൂന്നാമത്തെ കോശങ്ങളാണ് ഗഹ്വര കോശങ്ങൾ. അവ എന്താണ്ടാക്കുക? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആമാശയത്തിൽ 3 തരം കോശങ്ങളുണ്ട്. ഒന്ന് ശ്ലേഷ്മ കോശങ്ങൾ, രണ്ടാമത്തെ പെപ്റ്റിക് കോശങ്ങൾ, മൂന്നാമത്തത് ഗഹ്വര കോശങ്ങൾ. ശ്ലേഷ്മ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്ലേഷ്മം ഉണ്ടാക്കുന്നവയാണ് ശ്ലേഷ്മ കോശങ്ങൾ. പെപ്റ്റിക് കോശങ്ങൾ പെപ്സിനോജൻ ഉണ്ടാക്കുന്നു. ഗഹ്വര കോശങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഈ പെപ്സിനോജനുകൾ എന്താ ചെയ്യുക? പെപ്സിനോജനുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സാന്നിധ്യത്തിൽ എന്ത് സംഭവിക്കും? അവ പെപ്സിൻ എന്നൊരു രാസാഗ്നിയായി മാറും. ഈ പെപ്സിൻ എന്താണ്? പെപ്സിന് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിച്ചിട്ട് എന്താക്കും? പെപ്റ്റോണുകളാക്കും. എന്തൊക്കെയാക്കും? പെപ്റ്റോണുകളാക്കും. പെപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കും. അതേസമയം പെപ്സിന് ദഹിപ്പിക്കാൻ കഴിയാത്ത പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ റെനിൻ എന്ന രാസാഗ്നിയാണ് പാലിലെ മാംസ്യങ്ങളെ വിഘടിപ്പിക്കുന്നത്. അത് ചെറിയ കുഞ്ഞുങ്ങളുടെ ആമാശയത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതൊക്കെയാണുള്ളത്. പെപ്റ്റിക് കോശങ്ങൾ പെപ്സിനോജൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവിടെ പെപ്സിൻ എൻസൈം ഉണ്ട്, അവ പെപ്സിനോജൻ ഉണ്ടാക്കുന്നു. ഈ പെപ്സിനോജനുകൾ ഹൈഡ്രോക്ലോറിക്കിന്റെ സാന്നിധ്യത്തിൽ പെപ്സിൻ ആവുന്നു. ഈ പെപ്സിൻ എന്ത് ചെയ്യും? അവ പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. പെപ്സിൻ കെരാറ്റിൻ പറഞ്ഞ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ കഴിയില്ല. റെനിൻ പറഞ്ഞ രാസാഗ്നി പാലിലെ പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി ആഹാരം, അപ്പോൾ നമ്മുടെ ആമാശയത്തിലെത്തി, അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഇങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ അവിടെ പേശികളുടെയും പ്രവർത്തനമായിട്ട് ആഹാരം ഒരു ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് ചേർന്ന് ആമാശയ അല്ലെങ്കിൽ ആമാശയ രസവുമായി കൂടിച്ചേർന്ന്
ഒരു കുഴമ്പത്ത് രൂപത്തിലുള്ള ആഹാര പദാർത്ഥമാവും. ഇതിനെ പറയുന്ന പേരാണ് കൈം. എന്ത്? കൈം. അപ്പോൾ കൈം പറഞ്ഞാൽ എന്താണ്? ആമാശയത്തിൽ വെച്ച് ആഹാര പദാർത്ഥം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്ന് ഒരു കുഴമ്പ് രൂപത്തിലുള്ള അമ്ല ഗുണമുള്ള ഒരു പദാർത്ഥമാവും. ഈ ഒരു പദാർത്ഥത്തിന് പറയുന്ന കുഴമ്പ് രൂപത്തിലുള്ള ഈ ഒരു പദാർത്ഥത്തിന് പറയുന്ന പേരാണ് കൈം എന്നുള്ളത്. അങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും? അതിൻ്റെ pH 1.8 അല്ലെങ്കിൽ 2 ആ ഒരു ലെവലിലേക്ക് ആമാശയത്തിലേക്ക് അമ്ല സ്വഭാവം എത്തിക്കും, pH മൂല്യം എത്തിക്കും. ഈ ശ്ലേഷ്മസ്തരത്തിന് എന്താ ഒരു പരിപാടി? ശ്ലേഷ്മസ്തരമാണ് ആമാശയത്തിൻ്റെ ഉൾഭാഗത്തെ ആവികരണം ചെയ്ത് ആസിഡിൽ നിന്നും ആമാശയത്തെ സംരക്ഷിക്കുന്നത്. പിന്നെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അസിഡിറ്റി കൂടുന്നതിന് അസിഡിറ്റിയിലേക്ക് നയിക്കും. ആമാശയത്തിൻ്റെ അവസാന ഭാഗമാണ് വലയപേശി എന്നുള്ള ഭാഗം. ഈ വലയപേശി എന്ത് ചെയ്യും? വലയപേശി ആഹാരത്തിന് കുറേ സമയത്തിലേക്ക് വേണ്ടത്ര സമയം ആമാശയത്തെ നിലനിർത്താൻ സഹായിക്കുന്ന പേശിയാണ് വലയപേശി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ദഹന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണ പദാർത്ഥങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ പാകമാകുന്ന വിധത്തിൽ ആഹാര പദാർത്ഥങ്ങളെ ചെറുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. എല്ലാ പോഷകഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തെ സമീകൃതാഹാരം എന്ന് പറയുന്നു. ഏകകോശ ജീവികളിൽ ഭക്ഷണ ദഹനം നടക്കുന്നത് കോശാന്തരിക ദഹനം എന്ന് പറയുന്നത്, അതായത് ഭക്ഷണം നേരെ കോശത്തിനുള്ളിലേക്ക് എടുത്ത് അവയ്ക്ക് വേണ്ടത് എടുത്ത് ബാക്കിയുള്ളവ പുറന്തള്ളുന്നു, കോശം കൊണ്ട് തന്നെ പുറന്തള്ളുന്ന ഇങ്ങനെയുള്ള ദഹനത്തെ അറിയപ്പെടുന്ന പേരാണ് കോശാന്തരിക ദഹനം. അതേസമയം ബഹുകോശ ജീവികളിലും അതുപോലെ ഉയർന്ന ജീവികളിലും ഭക്ഷണം ദഹിക്കാൻ പ്രത്യേക അറകളൊക്കെ ഉണ്ടാകും. ഈ ഒരു വ്യവസ്ഥ തന്നെയാണ് പറയുന്നത് കോശ ബാഹ്യ ദഹനം എന്ന് പറയുന്നത്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആഹാര സ്വീകരണമാണ്, രണ്ടാമത്തെ ദഹനമാണ്, മൂന്നാമത്തത് ആഗിരണമാണ്, നാലാമത്തതാണ് സ്വാംശീകരണം, അഞ്ചാമത്തതാണ് വിസർജനം. ആഹാര സ്വീകരണം പറഞ്ഞാൽ ആഹാരം ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ആഹാര സ്വീകരണം. ദഹനം എന്ന് പറഞ്ഞാൽ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നതാണ്. ആഗിരണം എന്ന് പറഞ്ഞാൽ ഈ ആഹാരത്തെ സ്വീകരിക്കുന്നതാണ് ആഗിരണം എന്ന് പറയുന്നത്. സ്വാംശീകരണം പറഞ്ഞാൽ ഈ ദഹിച്ച ആഗിരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കളെ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. വിസർജനം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളുന്നതാണ് വിസർജനം എന്ന് പറയുന്നത്. പിന്നെ ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് വായ. ആദ്യം നമ്മൾ ഭക്ഷണം വായിലെത്തുന്നു. വായിൽ പല്ലുണ്ട്, അതുപോലെ നാക്കുണ്ട്. പിന്നെ അന്നനാളത്തിലെത്തുന്നു. പിന്നെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് എത്തുന്നു. ഈ ദഹനത്തിന് നമ്മൾ രണ്ട് വിധത്തിൽ വെറുതെ തരംതിരിക്കാം. ഒന്ന് യാന്ത്രിക ദഹനവും രാസിക ദഹനവും. നമ്മുടെ പല്ല് അതുപോലെ പേശികൾ അവ കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് ഭക്ഷണം ചെറിയ ചെറിയ പദാർത്ഥങ്ങളാക്കുന്നതാണ് യാന്ത്രിക ദഹനം. ഈ ചെറിയ പദാർത്ഥങ്ങൾ വീണ്ടും രാസാഗ്നികളും അല്ലെങ്കിൽ എൻസൈമുകളൊക്കെ നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറുഘടകങ്ങളാക്കാൻ സഹായിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനമാണ് എന്ത് പറയുന്നത്? രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം 5 പ്രധാന ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വായിലൂടെ വായുടെ മുകൾ ഭാഗത്തിന് പാലറ്റ് എന്ന് പറയുന്നത്. വായിൽ 3 തരം ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. ആ ഉമിനീർ ഗ്രന്ഥികൾ അതൊക്കെയാണ്. ഒന്ന് പാരോറ്റിഡ്സ് എന്ന് പറയുന്നത്, അവ കവിൾ ഭാഗത്ത് കാണപ്പെടുന്നു. അതുപോലെ സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലർ അവ കാണപ്പെടുന്നു, അവ കീഴ്ത്താടിയിൽ കാണപ്പെടുന്നു. അതുപോലെ സബ് ലിംഗ്വൽ നാവിൻ്റെ അടിഭാഗത്ത് കാണപ്പെടുന്നു. ഈ 3 ഉമിനീർ ഗ്രന്ഥികൾ ലൈസോസൈം അതുപോലെ അമിലേസ്, സലൈവറി അമിലേസ് എന്നീ രാസാഗ്നികൾ ഉണ്ടാക്കുന്നു. ഈ സലൈവറി അമിലേസിന് പറയുന്ന മറ്റൊരു പേരാണ് ടയാലിൻ എന്നുള്ളത്. ഇവ എന്ത് ചെയ്യുന്നു? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അതേസമയം ലൈസോസൈം എന്തിനാണ് സഹായിക്കുന്നത്? ലൈസോസൈം വന്നിട്ട് മുന്നിരിൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനാണ് സഹായിക്കുന്നത്. അടുത്തത് പല്ല് പറഞ്ഞു. പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഓഡോntology എന്നറിയപ്പെടുന്നു. നമുക്ക് പല്ലുകൾ 20 എണ്ണമാണ് ഉള്ളത്. അത് ചെറുപ്പത്തിലാണ് ഉണ്ടാവുക. പിന്നെ പ്രായപൂർത്തിയായ വ്യക്തിയിൽ 32 പല്ലുണ്ടാകും. നമ്മളിലുള്ള പല്ലുകളാണ് ഒന്ന് ഉള്ളിപ്പല്ല് ആറ്റനമാണ് ഉണ്ടാവുക. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഇൻസിസർ. ദെൻ കാനൈന് കൂർത്ത കൊമ്പലുകളാണ്. ഈ കൊമ്പലുകൾ മാംസഭോജികളിലാണ് കാണപ്പെടുന്നത്. പിന്നെ അഗ്ര ചവർണകം അല്ലെങ്കിൽ പ്രീമോളർ 8 നമ്പർ ഉണ്ടാവും. അതുപോലെ ചവർണകം മോളർ 12 എണ്ണം ഉണ്ടാവും. പല്ലിനെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. ദന്തമകുടം പുറം കാണപ്പെടുന്ന പല്ലിൻ്റെ പാർട്ടിനെയാണ് ദന്തമകുടം എന്ന് പറയുന്നത്. പിന്നെ ദന്തഗളം, ദന്തമകുടത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള പാർട്ടാണ് ദന്തഗളം എന്ന് പറയുന്നത്. പിന്നെ ദന്തമൂലം
പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന പാർട്ടാണ് ദന്തമൂലം. സിമെന്റം വർണ്ണ യോജകല വെച്ചാണ് ഇവ ഫിക്സ് ചെയ്തിരിക്കുന്നത്, മോണയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ദന്തമൗഢ്യത്തിൽ ഡെന്റലും ഉണ്ട്, ഇനാമലുണ്ട്. ഇനാമൽ പറയുന്നതാണ് ഏറ്റവും പുറമെയുള്ള വെളുത്ത് കാണപ്പെടുന്ന ഭാഗം. ഇനാമലാണ് ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം, അതുപോലെ അത് നിർജ്ജീവമാണ്. അതിൻ്റെ തൊട്ട് കാണപ്പെടുന്നതാണ് ഡെന്റൽ. ഇവ ജീവനുള്ള കലകളാണ്. അതിനുശേഷം ഉള്ളിൽ കാണപ്പെടുന്നതാണ് പൾപ്പ് ക്യാവിറ്റി. അവയിൽ എന്തൊക്കെയുണ്ട്? രക്തലോമികളുണ്ട്, അതുപോലെ നാഡികളുണ്ട്, രക്തക്കൊഴലുകൾ, ഡെൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവയൊക്കെയുള്ള പാർട്ടാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇനി നാക്ക് ചെറുതായിട്ട് ഉയർന്നു കാണപ്പെടുന്ന ഭാഗങ്ങളുണ്ട്, അതിനെ പാപ്പിലകൾ എന്ന് പറയുന്നു. ഈ പാപ്പിലകളിൽ സ്വാദുമുകുളങ്ങളുണ്ട്, സ്വാദുമുകുളങ്ങളിൽ സ്വാദുഗ്രാഹികളുണ്ട്. ഈ സ്വാദുഗ്രാഹികൾ അല്ലെങ്കിൽ രാസഗ്രാഹികൾ എന്ത് ചെയ്യും? ഈ രാസഗ്രാഹികൾ മുന്നേറിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം എത്തിച്ചേർന്നിട്ട് അവിടെ നിന്നുള്ള ആവേഗം തലച്ചോറിലെത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ സ്വാദിനെ നിർണ്ണയിക്കുന്നത്. 5 തരം സ്വാദുകളാണുള്ളത്. ഒന്ന് മധുരം, കയ്പ്, ഉപ്പ്, പുളി, ഉമാമി. മധുരത്തിൻ്റെ സ്വാദ് ബഡ്സ് കാണപ്പെടുന്നത് നാവിൻ്റെ ഫ്രണ്ടിലാണ്. കയ്പിൻ്റെ ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നത് നാവിൻ്റെ ബാക്കിലാണ്. പുളിയുടെയും ഉപ്പിൻ്റെയും സ്വാദുഗ്രാഹികൾ കാണപ്പെടുന്നത് നാവിൻ്റെ 2 സൈഡിലാണ്. ഉമാമി സെൻട്രലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത്, ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ അന്നനാളം വഴിയാണ് ആമാശയത്തിലെത്തുന്നത്. അന്നനാളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രസനി എന്ന ഭാഗത്തു നിന്നാണ്. ഗ്രസനി എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു ട്രാക്കിയ വഴി ഉള്ളിലോട്ട് പോകുന്നു. അതുപോലെ ഭക്ഷണം ആ ഒരു ഭാഗത്തിൽ കൂടിയാണ് വന്നിട്ട് അന്നനാളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവ തമ്മിൽ കൂടിക്കലരാതെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ചെറുനാക്കും എപ്പിഗ്ലോട്ടിസും. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഗ്ലോട്ടിസിൻ്റെ മുകളിലുള്ള ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ട്രാക്കിയുടെ അല്ലെങ്കിൽ ശ്വാസനാളത്തിൻ്റെ തുറന്നിരിക്കുന്ന ഏറ്റവും മുകളിലുള്ള കവാടത്തിനെ പറയുന്ന പേരാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. എപ്പിഗ്ലോട്ടിസ് ആണ് അതിന് മുകളിലുള്ള അടപ്പിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറുനാക്ക് നാസാഗ്രഹത്തെ തടയുന്നത് കൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു ഉള്ളിലേക്ക് എത്തുന്നില്ല, ഗ്രസനിയിലേക്ക് എത്തുന്നില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ട്രക്കിയ ഉയർന്നു പൊങ്ങി എപ്പിഗ്ലോട്ടിസ് വഴി ഗ്ലോട്ടിസിനെ അടയ്ക്കുന്നു. അപ്പോൾ ഭക്ഷണം എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലൂടെ അന്നനാളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അന്നനാളം എങ്ങനെയാണ് ഭക്ഷണത്തെ എത്തിക്കുക? അതിനൊരു തരംഗ രൂപത്തിലുള്ള ചലനമുണ്ട്. അതിനെ പറയുന്ന പേരാണ് പെരിസ്റ്റോൾസിസ് എന്ന്. ഇത് ഞാൻ ഇവിടെ എങ്ങനെയാണ് ഭക്ഷണം പോകുന്നത് എന്ന് ഉള്ള ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ആമാശയം. ആമാശയം എന്ന് പറഞ്ഞാൽ ഉദരാശയത്തിന് ഇടതു ഭാഗത്ത് ചെയ്യുന്ന ഭാഗമാണ് ആമാശയം. ആമാശയത്തിൽ 3 തരം കോശങ്ങളാണ് ഉള്ളത് പറഞ്ഞു. ഒന്ന് ശ്ലേഷ്മ കോശങ്ങൾ. ശ്ലേഷ്മ കോശങ്ങൾ എന്ത് ചെയ്യും? ശ്ലേഷ്മം ഉണ്ടാക്കും. അപ്പോൾ ഈ ശ്ലേഷ്മം എന്തിനെ സഹായിക്കുക? ആമാശയത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡിന് സഹായിക്കാനാണ് ശ്ലേഷ്മ സ്ഥലം ഉള്ളത്. രണ്ടാമത്താണ് പെപ്റ്റിക് കോശങ്ങൾ. പെപ്റ്റിക് കോശങ്ങൾ എന്തിനെ സഹായിക്കും? പെപ്റ്റിക് കോശങ്ങൾ പെപ്സിനോജൻ എന്ന രാസാഗ്നി ഉണ്ടാകും. ഈ പെപ്സിനോജൻ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേരുമ്പോൾ പെപ്സിൻ എന്ന രാസാഗ്നി ഉണ്ടാകും. ഈ പെപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കി മാറ്റും. എന്ത് ചെയ്യും? പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കി മാറ്റും. പെപ്റ്റോണിന് വിഘടിപ്പിക്കാൻ കഴിയാത്ത പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, പെപ്റ്റോണിന് വിഘടിപ്പിക്കാൻ കഴിയാത്ത പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ പാലിലെ പ്രോട്ടീനെ വിഘടിപ്പിക്കുന്ന പ്രോട്ടീനാണ് രാസാഗ്നിയാണ് റെനിൻ എന്ന് പറയുന്നത്. എന്താണ് റെനിൻ എന്ന് പറയുന്നത്? പെപ്സിനോജൻ ഉണ്ടാക്കുന്നത് പെപ്റ്റിക് കോശങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ ഗഹ്വര കോശങ്ങളുണ്ട്. ഈ ഗഹ്വര കോശങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആമാശയത്തിൽ വെച്ചിട്ട് pHൻ്റെ മൂല്യം അറൗണ്ട് 1.8 ആയിരിക്കും. അതുപോലെ ഈ ഗഹ്വര കോശങ്ങളാണ് വിറ്റാമിൻ B12 ആഗിരണം ചെയ്യുന്നതും. എന്താണ്? വൈറ്റമിൻ B12 ആഗിരണം ചെയ്യുന്നത് ആരാണ്? ഗഹ്വര കോശങ്ങളാണ്. അങ്ങനെ ആമാശയത്തിൽ ഭക്ഷണം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർന്നു. അങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണവും ആ ഒരു ഭക്ഷണത്തിൽ പറയുന്ന പേരാണ് കൈം എന്നത്. ഈ കൈം അവിടെ തീരം വലയപേശിയിലെത്തും. വലയപേശി എന്ത് ചെയ്യും? വലയപേശി വന്നിട്ട് ആമാശയത്തിൻ്റെ ആഹാരം വേണ്ടത്ര സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന പേശിയാണ് വലയപേശി എന്ന് പറയുന്നത്. അടുത്തത് ചെറുകുടൽ. ചെറുകുടലിന് 3 ഭാഗങ്ങളുള്ളത്. ഒന്ന് പക്വാശയം. പക്വാശയം എന്ന് പറഞ്ഞാൽ ആ സി ഷേപ്പിൽ കാണപ്പെടുന്ന ചെറുകുടലിൻ്റെ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത്. പിന്നെ മധ്യാന്തരം, ലാസ്റ്റത്തെ രോഷാന്തരം. അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് മര്യാദയ്ക്ക് പഠിക്കേണ്ടത്. പക്വാശയത്തിന് ഡിയോഡിനം എന്ന് പറയുന്നു, മധ്യാന്തരത്തിന് ജജനം, രോഷാന്തരത്തിന് ഇല്ലിയം. എന്തൊക്കെയാണ്? ഡിയോഡിനം, ജജനം, ഇലിയം. ചെറുകുടലിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പക്വാശയം, അത് സി ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഡുയോഡിനം.
രണ്ടാമത്തത് ജജനം അല്ലെങ്കിൽ മധ്യാന്തരം. മൂന്നാമത്തെ പോർഷനാണ് രോഷാന്തരം അല്ലെങ്കിൽ ഇലിയം. അപ്പോൾ സാധാരണ ഈ ചെറുകുടലിന് 6 മീറ്റർ നീളമാണ് ഉള്ളത്. ഈ ചെറുകുടലിൽ 3 സ്രവങ്ങളുണ്ട്. ഒന്ന് പിത്തരസം. പിത്തരസം ഉണ്ടാക്കുന്നത് കരളാണ്. പിന്നെ ആഗ്നേയ രസമുണ്ട്, അത് പാൻക്രിയാസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നു. പിത്തരസത്തിന് ബൈൽ എന്നാണ് പറയുക. പിന്നെ ആന്ത്രരസം, ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ്. ഇങ്ങനെ 3 രസങ്ങളാണ് ചെറുകുടലിൽ കാണപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണം കെയിം എന്ന രൂപത്തിൽ ചെറുകുടലിലേക്ക് എത്തി. ചെറുകുടലിൽ 3 പോർഷനാണുള്ളത്. ഒന്നാമത്തെ പോർഷൻ പക്വാശയം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഡുയോഡിനം എന്ന് പറയുന്നത്. അതായത് അത് സി ഷേപ്പിലുള്ള ചെറുകുടലിൻ്റെ തുടങ്ങുന്ന പാർട്ടാണ് ഡുയോഡിനം അല്ലെങ്കിൽ പക്വാശയം എന്ന് പറയുന്നത്. പിന്നീടുള്ളതാണ് മധ്യാന്തരം, അതിന് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ജജനം. മൂന്നാമത്തെ പാർട്ടാണ് ഇലിയം അല്ലെങ്കിൽ രോഷാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുകുടലിൻ്റെ 3 പോർഷൻ ഞാൻ പറഞ്ഞത് അതൊക്കെ ഡുയോഡിനം, ജജനം, ഇലിയം. അതിൻ്റെ മലയാളത്തിലെ പേരാണ് പക്വാശയം, മധ്യാന്തരം, രോഷാന്തരം. ഈ ചെറുകുടലിൽ 3 സ്രവങ്ങൾ വരും. ഏതൊക്കെയാണ്? ഒന്ന് പിത്തരസം, അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ബൈല്. രണ്ടാമത്തത് ആഗ്നേയരസം, പാൻക്രിയാറ്റിക് ജ്യൂസ്. പിന്നെ ആന്ത്രരസം, ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ്. ഓക്കെ, ഈ ബൈൽ അല്ലെങ്കിൽ പിത്തരസം എന്ന് പറയുന്നത് കരളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കരൾ വന്നിട്ട് ഈ പിത്തരസം എന്ത് ചെയ്യും? പിത്താശയത്തിൽ, അതായത് ഗോൾ ബ്ലാഡറിൽ സംഭരിപ്പിക്കും. ഈ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകങ്ങളാണ്, അത് മഞ്ഞ കലർന്ന ഒരു പച്ച നിറമാണ് ഉള്ളത്. അതിൻ്റെ ഉള്ള വർണ്ണകങ്ങളാണ് ബിലിറുബിനും ബിലിവെർഡിനും. അപ്പോൾ ബിലിറുബിനും ബിലിവെർഡിൻ എന്ന വർണ്ണവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന പിത്തരസം കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ പിത്തരസം എവിടെ സൂക്ഷിക്കും? പിത്താശയത്തിൽ സൂക്ഷിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പിത്താശയത്തിൽ നിന്ന് എങ്ങോട്ട് പോകും? ഈ വർണ്ണവസ്തുക്കൾ നേരെ പക്വാശയത്തിലേക്കാണ് എത്തിക്കുക. ഈ പിത്തരസത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുകയാണ് പിത്തരസത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഈ കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഇമൾസിഫിക്കേഷൻ. എന്താണ് ഇമൾസിഫിക്കേഷൻ? പിന്നെ ഭക്ഷണത്തിന് എന്ത് ചെയ്യും? ക്ഷാര ഗുണമുള്ളതാക്കുന്നതും ബിലിറുബിനും ബിലിവെർഡിനും ചേർന്ന പിത്തരസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പിത്തരസം കൊഴുപ്പിനെ ചെറു ഘടകങ്ങളാക്കുന്നു. ഈ പിത്തരസം കരളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ കരൾ പിത്തരസത്തിന് ഗോൾ ബ്ലാഡറിലേക്ക് സഞ്ചരിപ്പിക്കുന്നു. ഗോൾ ബ്ലാഡറിൽ നിന്ന് നേരെ പക്വാശയത്തിലേക്കാണ് ഇത് കൊടുത്തുവിടുക. ഇനി കരളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളതൊക്കെ ഓർമ്മ വയ്ക്കണം. കരളിന് അറൗണ്ട് വെയിറ്റ് പറയുന്നത് 1.2 to 1.5 ഒന്ന്. രണ്ടാമത്തത് കരളിന് ഒരു ഗ്ലിസൻ ക്യാപ്സൂൾ എന്ന ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. വിറ്റാമിൻ എ, കൊഴുപ്പ് എന്നിവ നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പാർട്ടാണ് കരൾ എന്ന് പറയുന്നത്. അതൊക്കെ വിറ്റാമിൻ എയും കൊഴുപ്പും നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പാർട്ടാണ് കരൾ. പിന്നെ ഫൈബ്രിനോജൻ എന്തിനെ സഹായിക്കുക? രക്തം കട്ടപ്പെടാൻ സഹായിക്കുക. അതുണ്ടാക്കുന്നതും കരളിലാണ്. ശരീരത്തിലെ അമിനോ ആസിഡിനെ വിഘടിപ്പിച്ച് അമോണിയ ഉണ്ടാക്കുന്നതും കരളാണ്. പിന്നെ ഈ അമോണിയനെ യൂറിയാക്കി മാറ്റുന്നതും കരൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കരളിനെ കുറിച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കരളിൻ്റെ വെയിറ്റ് അറൗണ്ട് 1.2 to 1.5 കിലോഗ്രാമാണ്. ഗ്ലിസൻ ക്യാപ്സൂൾ എന്ന ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. വിറ്റാമിൻ എ, കൊഴുപ്പ് എന്നിവ നിർമ്മിക്കുന്നത് സംഭരിക്കുന്നത്, ഫൈബ്രിനോജനെ നിർമ്മിക്കുന്നത് സംഭരിക്കുന്നത്, അതുപോലെ അമിനോ ആസിഡ്, അധികമുള്ള അമിനോ ആസിഡിനെ യൂറിയായിട്ടും മാറ്റുന്നത്, ഇതൊക്കെ കരളാണ്. കരളിനെ കുറിച്ച് ഒരു ക്ലാസ് പിന്നീട് ഉണ്ടാവും. പിന്നെ കരളിന് അങ്ങനെ നമ്മളെന്ത് ചെയ്തു? ഭക്ഷണം വന്നിട്ട് പക്വാശയത്തിലെത്തി. ഈ പക്വാശയത്തിൽ അപ്പോൾ എന്തൊക്കെ വന്നു? ആദ്യം കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം വന്നു. അടുത്തതാണ് ആഗ്നേയരസം. ആഗ്നേയരസം ഉണ്ടാക്കുന്നത് ഏതാണ്? പാൻക്രിയാറ്റിക് ഗ്ലാൻസ് ആണ് ആഗ്നേയരസം ഉണ്ടാക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ചെറുകുടലിൽ കാണപ്പെടുന്ന സ്രവങ്ങളാണ് പിത്തരസം, ആഗ്നേയരസം, ആന്ത്രരസം. കരളാണ് പിത്തരസം ഉണ്ടാക്കുന്നത് പറഞ്ഞു. അതുപോലെ പിത്താശയത്തിൽ സംഭരിക്കുന്നു. ഇതിൽ ബിലിറുബിൻ, ബിലിവെർഡിൻ എന്ന വർണ്ണവസ്തുക്കളുണ്ട്. ഇതിൻ്റെ നിറം മഞ്ഞ കലർന്ന പച്ചയാണ്. പിന്നെ പാൻക്രിയാറ്റിക് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ആഗ്നേയരസം. ഈ ആഗ്നേയരസത്തിൽ 3 രസങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, അതുപോലെ ട്രിപ്സിൻ, പിന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഈ അമിലേസ് എന്ത് ചെയ്യുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അതുപോലെ പാൻക്രിയാറ്റിക് അമിലേസ് എന്ത് ചെയ്യുക? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു പറഞ്ഞു. പിന്നെ ട്രിപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കുന്നു. അതുപോലെ ലിപ്പേസ് എന്ത് ചെയ്യുക? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ആഗ്നേയരസത്തിൽ എന്തൊക്കെ 3 രാസഗ്നികളാണ് ഉള്ളത്? ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്,
ട്രിപ്സിൻ, ലിപ്പേസ്. ലിപ്പേസ് പറഞ്ഞാൽ ലിപ്പിഡ് പറയുന്ന ഫാറ്റ്സിനെയാണ് ലിപ്പിഡ് എന്ന് പറയുക. ആ ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റും. പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. പിന്നെ അവിടെ കാണപ്പെടുന്ന അടുത്ത രസമാണ് ആന്ത്രരസം. അത് ഈ ആന്ത്രരസം വന്നിട്ട് ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറുകുടലിലെ ഗ്ലോബേറ്റ് കോശങ്ങൾ അവ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ബ്രഷ് ബോർഡർ സെല്ലുകൾ പറഞ്ഞ സെല്ലുകളുമുണ്ട്. ഈ ഗ്ലോബൽ സെല്ലുകളും ബ്രഷ് ബോർഡർ സെല്ലുകളും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങളാണ് ആന്ത്രരസം എന്ന് പറയുന്നത്. ഈ ആന്ത്രരസം എന്ത് ചെയ്യും? ഈ ആന്ത്രരസത്തിൽ ഒരുപാട് എൻസൈമുകളുണ്ട്. ഇവ എന്ത് ചെയ്യും? ഈ മാൾട്ടോസിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി വിഭജിക്കും. ഇനി ലാക്ടോസിനെ എന്ത് ചെയ്യും? ഗാലക്ടോസും ഗ്ലൂക്കോസുമായിട്ട് വിഘടിപ്പിക്കും. അതുപോലെ സുക്രോസിനെ എന്ത് ചെയ്യും? ഫ്രക്ടോസും ഗ്ലൂക്കോസുമായിട്ട് വിഭജിക്കും. അപ്പോൾ അങ്ങനത്തെ ഈ ആന്ത്രരസം ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അതിന് സഹായിക്കുന്ന സെല്ലുകളാണ് ഗ്ലോബേറ്റ് കോശങ്ങളും അതുപോലെ ബ്രഷർ ബോർഡർ സെല്ലുകളും. ഈ ആന്ത്രരസങ്ങൾ എന്ത് ചെയ്യും? മാൾട്ടോസിനെയും ലാക്ടോസിനെയും സുക്രോസിനെയും വിഘടിപ്പിക്കും. ഈ മാൾട്ടോസിനെ എങ്ങനെ വിഘടിപ്പിക്കുക? ഗ്ലൂക്കോസ് ആക്കിയിട്ടാണ് മാറ്റുക. ഒരു മാൾട്ടോസ് വിഭജിച്ചാൽ 2 ഗ്ലൂക്കോസ് തന്മാത്രകളാണ് കിട്ടുക. ഇനി ഒരു ലാക്ടോസ് തന്മാത്ര വിഭജിച്ചാൽ 2 ലാക്ടോസും ഗ്ലൂക്കോസുമാണ് കിട്ടുക. ഇനി സൂക്രോസിനെ വിഘടിപ്പിച്ചാൽ ഒരു ഫ്രക്ടോസും ഗ്ലൂക്കോസുമാണ് കിട്ടുക. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തെ ഇങ്ങനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റി. ഇനി ചെറുകുടലിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഗ്ലാൻഡ് ഉണ്ട്, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ അധശ്ലേഷ്മ പാളി ഗ്രന്ഥി. എന്താണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്സ്? ഇതെന്താ ചെയ്യുക? ഇതിൽ ഉണ്ടാകുന്ന ശ്ലേഷ്മപാളി ആസിഡിൽ നിന്നും ചെറുകുടലിനെ സംരക്ഷിക്കുന്നു. എന്താ ചെയ്യുക? ഇതിലെ ശ്ലേഷ്മപാളി ആസിഡിൽ നിന്നും ചെറുകുടലിനെ സംരക്ഷിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മൾ ആഗിരണം പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തെ ഇങ്ങനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റി. ഈ ചെറിയ ഘടകങ്ങൾ വില്ലസ് പറഞ്ഞ ചെറുകുടലിലെ ഭിത്തിയിൽ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളാണ് വില്ലസ്. ഈ വില്ലസ് കൊണ്ട് എന്തുണ്ടാകും? ഈ വില്ലസിൽ പിന്നെയും ചെറിയ നാരുകൾ പോലുള്ള സാധനം വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ മൈക്രോ വില്ലസ് എന്നാണ് പറയുക. ഈ വില്ലസ് ആണ് എന്ത് ചെയ്യുക? ചെറുകുടലിൻ്റെ വ്യാപ്തം വളരെയേറെ വർദ്ധിപ്പിക്കുന്നത് പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് വില്ലസാണ്. ഈ വില്ലസിലൂടെയാണ് ജലത്തിൻ്റെ 90% ആഗിരണം നടക്കുന്നത്. ഈ വില്ലസിൽ ധാരാളം ലാക്റ്റിയൽ എന്ന ലസിക നാളിയുണ്ട്. ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയുണ്ട് ലാക്റ്റിയൽ പറഞ്ഞ ലസിക നാളിയുണ്ട്. ഇവ എന്ത് സംഭവിക്കും? ഇവ എന്തിനൊക്കെ സഹായിക്കാം? ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യും. പിന്നെ ഇവിടെ രക്തലോമികകളുണ്ട്. പിന്നെ ഒറ്റനിര ഒപ്പിനീലിയം കോശങ്ങളുണ്ട്. ഇവയിലൂടെ പോഷകാഹാരങ്ങൾ ഉള്ളിലേക്ക് സ്വീകരിക്കും. ഇവ രക്തലോമികളിലൂടെ, ഇവിടെ രക്തലോമികൾ കാണിച്ചിട്ടുണ്ട്. ഈ രക്തലോമികളിലൂടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ സ്വീകരിക്കും. ഇങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം നടക്കുന്നത്. ഭക്ഷണത്തിന് ആഗിരണം നടക്കുന്ന കുറച്ച് മാർഗങ്ങളാണ്. എന്തൊക്കെ തരത്തിലുള്ള പ്രക്രിയകളിലൂടെ നടക്കാം? ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് ഞാൻ ഓൾറെഡി വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഊർജത്തിൻ്റെ ഒരു സഹായമില്ലാതെ നടക്കുന്ന സാധാരണയായിട്ടുള്ള ഒരു ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുക. അതേസമയം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ തന്മാത്രകളിലൂടെ നടക്കുന്ന ഡിഫ്യൂഷനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധധാര സ്ഥലത്തിലൂടെ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ നടക്കുന്ന ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓസ്മോസിസ് എന്ന് പറയുക. അതേസമയം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗാഢതയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് എനർജി ഉപയോഗിച്ച് നടത്തുന്ന ആഗിരണത്തെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ചെറുകുടൽ തൊട്ട് റിവൈസ് ചെയ്യാം. ചെറുകുടലിന് 3 ഭാഗങ്ങളാണുള്ളത് പറഞ്ഞു. ഒന്ന് പക്വാശയം, ഡിയോഡിനം എന്ന് പറഞ്ഞു. മധ്യാന്തരം ജജനം, രോഷാന്തരം ഇലിയം എന്ന് പറഞ്ഞു. പക്വാശയത്തിൽ നമ്മൾ എന്തൊക്കെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം അവിടേക്ക് സംഭരിക്കുന്നു. പിത്താശയ ഗ്ലാൻഡിൽ സഞ്ചരിക്കുന്നു. പിത്താശയത്തിൽ സംഭരിക്കുന്നു. ഈ പിത്തരസം നേരെ പക്വാശയത്തിലേക്ക് തള്ളപ്പെടുന്നു. ഈ ബിലിറുബിനും ബിലിവർഡിനുമാണ് എന്തിനു സഹായിക്കുന്നത്? കൊഴുപ്പിനെ ചെറിയ കണികകളാക്കാൻ സഹായിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബിലിറുബിനും ബിലിവർഡിനുമാണ് പിത്തരസത്തിലുള്ളത്. അതിന് മഞ്ഞ കലർന്ന പച്ച നിറമാണുള്ളത്. പിന്നെ കരളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 1.2 to 1.4 കിലോഗ്രാം ഉണ്ട്. 1.2 to 1.5 കിലോഗ്രാം ആണ് പറയുന്നത്.
പിന്നെ ഇതിൽ ഫൈബ്രോനോജനുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ വിറ്റാമിൻ എയും അതുപോലെ കൊഴുപ്പും ഉണ്ടാക്കാനും സംഭരിക്കുന്ന ഭാഗമാണ് കരൾ എന്ന് പറയുന്നത്. അതുപോലെ ആവശ്യമില്ലാത്ത ഒരുപാടുള്ള അമിനോ ആസിഡിനെ അമോണിയാക്കിയിട്ട് പിന്നീട് യൂറിയാക്കി മാറ്റുന്നതും കരളാണ്. പിന്നീടുള്ള ഈ പക്വാശയത്തിൽ വീഴുന്ന വേറൊരു രസമാണ് ആഗ്നേയരസം. അപ്പോൾ പിത്തരസമുണ്ട്, ആഗ്നേയരസമുണ്ട്, ആന്ത്രരസമുണ്ട്. ആഗ്നേയരസം ഉണ്ടാക്കുന്നത് പാൻക്രിയാറ്റിക് ഗ്ലാൻസ് ആണ്, അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി പറയും. ഈ ആഗ്നേയ ഗ്രന്ഥിയിൽ ഉണ്ടാക്കുന്നതാണ് 3 രസങ്ങളുണ്ട്. അതൊക്കെയാണ് പാൻക്രിയാറ്റിക് അമിലേസ്, ലിപ്പേസ്, ട്രിപ്സിൻ. പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ട്രിപ്പേസ് വന്നിട്ട് പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കുന്നു. അതുപോലെ ലിപ്പേസ് എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന. ആന്ത്രരസം എന്ന് പറയുന്നത് ചെറുകുടലിലുള്ള ഗ്ലോബറ്റ് കോശങ്ങളും ശ്ലേഷ്മം ബ്രഷ് ബോർഡർ സെല്ലും ഉപയോഗിച്ചിട്ടുള്ള ശ്ലേഷ്മം ഉണ്ടാക്കും. ഈ ശ്ലേഷ്മവും ഈ ഒരു രസങ്ങളെയാണ് എന്ത് പറയുക? ആന്ത്രരസം എന്ന് പറയുന്നത്. ചെറുകുടലിലെ ഗ്ലോബറ്റ് കോശങ്ങളും ബ്രഷ് ബോർഡർ സെല്ലുകളും ഉണ്ടാക്കുന്ന സ്രവങ്ങളെയാണ് ആന്ത്രരസം എന്ന് പറയുന്നത്. ഈ ആന്ത്രരസം എന്ത് ചെയ്യും? മാൾട്ടോസ്, ലാക്ടോസ്, ഗ്ലൂക്കോസ് എന്നിവയെ വിഘടിപ്പിച്ച് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ടും ലാക്ടോസിനെ ഗ്ലൂലക്ടോസും ഗ്ലൂക്കോസും ആക്കിയിട്ടും സുക്രോസിനെ ഫ്രക്ടോസ് ആക്കിയും ഗ്ലൂക്കോസും ആക്കി മാറ്റും. പിന്നെ പറയുന്ന ഒരു പേരാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻസ്. ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഒരു ശ്ലേഷ്മപാളി ആസിഡിൽ നിന്നും ചെറുകുടലിനെ സംരക്ഷിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇനി ആഗിരണം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ആഗിരണം ചെറുകുടലിലെ വിരലുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് വില്ലസ് എന്ന് പറയുന്നത്. വില്ലസിൽ നിന്നും ചെറിയ നാരുകൾ പോലെയുള്ള ഭാഗത്തിനെയാണ് മൈക്രോ വില്ലസ് എന്ന് പറയുന്നത്. ഈ ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ജലവും എല്ലാം അതിലൂടെ നേരെ സ്വീകരിക്കുകയാണ് ചെയ്യുക. അതുപോലെ ഈ രക്തലോമികളിലൂടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, ഗാലക്ടോസ് എന്നിവ സ്വീകരിക്കും. ലാക്റ്റിയൽ എന്ന ലസിക നാളിയുണ്ട്. ഈ ലസിക നാളിയിലൂടെ അമിനോ ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ആഗിരണം ചെയ്യും. പിന്നെ അടുത്താണ് വൻകുടൽ. വൻകുടലിലാണ് ലാസ്റ്റ് പാർട്ട്. ആഹാരം ദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. വൻകുടലിന് 1.5 മീറ്റർ നീളമാണ് ഉള്ളത്. അപ്പോൾ പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് എത്തും. വൻകുടലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? വൻകുടലിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സീക്കം, കോളൻ, മലാശയം. പിന്നെ കോളന് 4 വിഭാഗങ്ങളാക്കി തിരിക്കാം. ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം. അസെൻഡിങ് കോളൻ, തിരശ്ചീന കോളൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് കോളൻ, പിന്നെ ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ്. ഓക്കെ, ഇങ്ങനെയുള്ള പാർട്ടുകളാണ് ഇത്. അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ്. പിന്നെ വൻകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അത് ഓർത്ത് വയ്ക്കാം. വൻകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. അങ്ങനെ ആവശ്യമില്ലാത്ത ഭക്ഷണ പദാർത്ഥം നേരെ വൻകുടലിലെത്തി വൻകുടലിൽ നിന്ന് മലാശയം വഴി പുറത്തേക്ക് തള്ളും. പിന്നെ അവിടെ പറയപ്പെടുന്ന ഒരു അവയവമാണ് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. വെർമിഫോം അപ്പൻഡിക്സ്. ഇങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ദഹനം നടക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.